എന്നൊരു വാക്ക് പറഞ്ഞു പോയാൽ ഇവർക്ക് സമാധാനമല്ലേ? നിങ്ങൾ അതിന് പകരമായി അപ്പുറത്ത് നിന്നിട്ട് അവിടെ സേഫ്റ്റി നോക്കാൻ ഇവിടുന്ന് അടക്കണം സമ്മതിക്കണം എന്നുള്ള ആരെങ്കിലും സമ്മതിക്കുക? ഇവരെല്ലാവരും മനുഷ്യന്മാരല്ലേ? എയർക്രാഫ്റ്റിന്റെ സുരക്ഷ മാത്രമല്ല മനുഷ്യരുടെ സുരക്ഷയല്ലേ? നിങ്ങളെന്താ മനസ്സിലാക്കണേ? ഒരു നിലക്കും അടക്കാൻ സമ്മതിക്കില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെന്താ മനസ്സിലാക്കി? ഇവിടെ ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന? പിന്നെ വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ വന്ന് നോക്കണ്ടേ? ഇല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് നോക്കണം. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് കാണണം. അല്ലാണ്ട് നിങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് അതുമെല്ലാം അടച്ചിട്ട് എയർക്രാഫ്റ്റിന്റെ മാത്രം സുരക്ഷയല്ല, ഇവിടെ ജനങ്ങളുടെ സുരക്ഷ ഏറ്റവും വലിയ സുരക്ഷ. അതാണ് ഞങ്ങളുടെ കൺസേൺ. ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഒരു 20 വർഷത്തോളമായി ഈ പ്രശ്നങ്ങൾ ഓരോ വർഷവും ഓരോ മഴക്കാലം വരുമ്പം ഉണ്ടാകുന്ന സംഭവമാണ്. ഇപ്പം എന്താ വെച്ചാൽ ആ കനാലിൻ്റെ അവിടെ പെയ്യുന്ന വെള്ളം മുഴുവൻ തയ്യണ ഈ ഇതിൽ ഒലിച്ചു വരാം. ആ പറമ്പിൽ ഒന്നങ്ങോട്ട് ഷൂട്ട് ചെയ്താൽ കാണാം. അവിടെയുള്ള ആ മതിലൊക്കെ പൊട്ടി ആ വായുന്തൊക്കെ പോയി ആ കിണർ, ഇവിടുത്തെ കിണർ, ഇതിൻ്റെ അപ്പുറത്തെ കിണറൊക്കെ മലിനമായി കിടക്കുക. നമ്മളെ ആവശ്യം എന്താ? നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ഒരു പ്രപ്പോസൽ കൊടുത്താണ്. ഒരു 1.5 മീറ്റർ വീതിയിൽ ആഴത്തിലൊക്കെ ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ട് വെള്ളം കൊണ്ട് ഇതിലാണ് ഇട്ടാൽ ചള്ളത്തോട്ടേക്ക് വിടുക എന്നുള്ളതാണ്. ആ പ്രപ്പോസൽ ഇതിന് മുമ്പേ നമ്മൾ കൊടുത്തതാണ്. ഇതുവരെ ഫലവത്തായിട്ടില്ല. അപ്പോൾ ഇനിയും പറയാനുള്ളത് തന്നെയാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. അവിടെ പിന്നെ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് സേഫ്റ്റി ആയിട്ട് വെച്ചതാണ്. ആ മഴവെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കൊണ്ട് അത് പൊട്ടി വന്നതാണ്. ഇപ്പം എന്താ ഉദ്യോഗസ്ഥരെന്താ പറയുന്നത്? ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റിക്കാർ അവിടെ ആളില്ലാന്നാണ് പറഞ്ഞത് വരാൻ. ഉദ്യോഗസ്ഥന്മാർ എയർപോർട്ടിൽ ഇല്ലാന്നാണ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫും ഇവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പിന്നെ ചെയർമാൻ, നഗരസഭാ ചെയർമാൻ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്നു പോയി. ഇനി നമ്മളെ MLA ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അജിനിയുടെ? ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്ര വർഷത്തെ പഴക്കമുണ്ടോ ഇപ്പോൾ ഈ ഒരു നിങ്ങളെ ഈ ഒരു ആവശ്യത്തിന്? ഈ പ്രശ്നത്തിനല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 20 വർഷത്തിലധികം ഉണ്ടാവും ഈ പ്രശ്നത്തിന്. വെള്ളം നാശമായി. ആ സെപ്റ്റി ടാങ്ക് മുഴുവൻ നിറഞ്ഞ് ആ കിണറ്റിക്കാണ് പോകുന്നത്. ഇതിപ്പോൾ എയർപോർട്ടിലെ മലിനജലമാണോ ഈ വരുന്നത്? പരിസരങ്ങളിലൊക്കെ പനി, പിന്നെ അതുപോലെ തന്നെ പിന്നെ മലമ്പനിയും അതുപോലത്തെ തന്നെ ഒരുപാട് പനികളും മറ്റൊക്കെ ഉള്ളൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ആരോഗ്യവകുപ്പും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവര് കെട്ടായിക്കണില്ല പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് പോവാലോ. പറഞ്ഞ സ്ഥിതിക്ക് പാടില്ല. പറഞ്ഞ സ്ഥിതിക്ക് പോവാലോ. പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് പോവാം. അപ്പൊ ഒരു വന്നോട്ടെ, എന്നിട്ട് കെട്ടാം. അല്ലേ? കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മഴവെള്ളം കുത്തിയൊലിച്ച് ജനവാസ മേഖലയിൽ ദുരിതം. കൊണ്ടോട്ടി നഗരസഭയുടെയും പള്ളിക്കൽ പഞ്ചായത്തിലെയും അതിർത്തി പ്രദേശമായ അയനിക്കാടിനും മുക്കൂടിനുമിടയിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ് മഴവെള്ളം. വർഷങ്ങളായുള്ള ദുരിതമാണിത്. കിണറുകൾ മലിനമാകൽ, കൃഷിയിടങ്ങൾ നശിക്കൽ തുടങ്ങി പലതരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് പരിസരവാസികൾക്ക്. ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാമെന്ന് പറയുകയല്ലാതെ പരിഹാരമുണ്ടായിട്ടില്ല. CER ഫണ്ട് ഇവിടെ ചിലവഴിക്കാൻ പ്രപ്പോസൽ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയായിട്ടുമില്ല. സമയത്ത് ഇത് പ്രധാനപ്പെട്ട സംഭവത്തിനോട് പറഞ്ഞതാണ് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. 20 കൊല്ലായി എന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈറ്റിക്കൊന്ന് വിളിക്കണം. ഈറ്റി നമ്മളെ MP അല്ലേ, ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങളെ MP കൂടിയാണല്ലോ ഈറ്റി. ഈറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിവേദനം കൊടുത്തു, 2-3 തവണ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും ആവശ്യപ്പെട്ടു. അപ്പൊ ഇതിന് ഒരു അടിയന്തര ശാശ്വത പരിഹാരം റിസൾട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ലത്. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇത് അടക്കും. ഞങ്ങൾക്ക് എന്താ റിസൾട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല. നിർബന്ധമായിട്ട് റിസൾട്ട് വേണം സാർ. ഇത് സംഭവം ഇപ്പം എന്നാണ് ഇങ്ങനെ പോകും. ഇത് കഴിഞ്ഞ അടുത്ത വർഷമാവും ഇതിന്റെ ഫോളോപ്പ് എടുക്കുക. അതുകൊണ്ട് എവിടെ അങ്ങോട്ടോ? അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ല അവിടെ ഉണ്ടായിട്ട് ഇപ്പുറത്തൊന്നും ഇത് കാണാനല്ലേ?
പുറത്ത് വന്നാൽ അതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് കാണാൻ പറ്റുക. അപ്പോഴാണ് ഇവിടെ എന്ത് സീൽ വർക്ക് എടുക്കണം എന്നുള്ളത് അറിയുള്ളൂ. അല്ല, അങ്ങനെ കൊണ്ട് കാര്യമില്ല. നിങ്ങൾ അവിടെ അടക്കുകയാണ് ചെയ്യണത്. അതിന് ജനങ്ങളോട് സമ്മതിക്കില്ല. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടുന്ന് പോകുന്ന ഈ വെള്ളം സുരക്ഷിതമായി തോട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രപ്പോസൽ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ച പ്രപ്പോസൽ ഞാൻ ഡയറക്ടറെ കണ്ട സമയത്ത് പുള്ളി പറഞ്ഞതാണ്. അത് ഇമ്മീഡിയറ്റ് നടപ്പിലാക്കാനുള്ള ആ ഒരു സിവിൽ വർക്കിൻ്റെ പ്രോസസ്സ് നിങ്ങൾ വേഗത്തിലാക്കുക. അതാണ് ചെയ്യാനുള്ളത്. അല്ല താൽക്കാലിക പരിഹാരം കൊണ്ട് കാര്യമില്ല. അല്ല, അത് ഓക്കെ, അപ്രൂവൽ വന്നോട്ടെ. അപ്രൂവൽ വരുമ്പോൾ ഇവിടുത്തെ ഇന്ന് വന്നാൽ ഇവിടെ വന്ന ഇന്നലെ രാത്രി ഉണ്ടായൊരു ഭീകരാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വന്ന് കാണണ്ടേ വിഷയം. അല്ല, ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങളോട് എൻ്റെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞത്. അല്ല, നിങ്ങളുടെ ആള്. ന്യൂസ് ഡെസ്ക് എയർ 1. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.